Don't cry because it is over and smile because it happened. ഞാൻ ബീന. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അവഗണനയെ പറ്റിയാണ് സംസാരിച്ചത്. എന്നാൽ ഈ വീഡിയോയിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ അവഗണിക്കുമ്പോൾ എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്നതിനെ പറ്റിയാണ് പറയുന്നത്. നിങ്ങളെ അവഗണിക്കുമ്പോൾ ചെയ്യേണ്ട 5 കാര്യങ്ങൾ. ഒന്നാമത്, ആർക്കും അമിത പ്രാധാന്യം കൊടുക്കരുത്. അമിതമായി ആരെയും ആശ്രയിക്കരുത്. പ്രാധാന്യം അർഹിക്കുന്നതിലും കൂടുതൽ കൊടുക്കരുത്. പ്രത്യേകിച്ച് നമ്മളെ അവഗണിക്കുന്നവർക്ക്. എല്ലാ കാര്യത്തിലും എന്നെ ആശ്രയിക്കുന്നു അവർ, ഇവനെ കൊണ്ട് ഒന്നിനും പറ്റില്ല എന്ന ചിന്താഗതി അങ്ങനെ ചെയ്യുമ്പോൾ അവർക്കുണ്ടാകും. അടുത്തേത്, സെൽഫ് എസ്റ്റീം ഉണ്ടാകണം. നമുക്ക് വല്ലാതെ നമ്മുടെ വില കളഞ്ഞങ്ങ് തരം താഴരുത്. അമിതമായി ലഭ്യമാകാതിരിക്കുക, അതായത് അവൈലബിലിറ്റി കുറയ്ക്കുക. എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നിനും ഈ ലോകത്തിൽ വിലയില്ല. അവർ നിങ്ങളെ നിസ്സാരമായി കാണുന്നു. നിങ്ങൾ അല്പം അകലം പാലിക്കുക. നിങ്ങളുടെ സമയത്തിനും വിലയുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങളുടേതായ തിരക്കുകളും ലക്ഷ്യങ്ങളും ഉണ്ടെന്ന് അവർ മനസ്സിലാക്കട്ടെ. എപ്പോഴും ലഭ്യമാകുന്ന ഒരാളായി മാറുമ്പോൾ നിങ്ങൾ വില കുറഞ്ഞവനായി കണക്കാക്കപ്പെടുന്നു. എപ്പോഴും കിട്ടുന്ന ജലത്തേക്കാൾ മരുഭൂമിയിൽ കിട്ടുന്ന ഒരു തുള്ളി ജലത്തിനാണ് വില. സ്വയം ഒരു മരുപ്പച്ചയാകരുത്. ദാഹിക്കുന്നവനും മാത്രം ലഭിക്കുന്ന അമൃതായി മാറുക. നിങ്ങളുടെ സാന്നിധ്യം ഒരു സമ്മാനം പോലെയാകണം, അല്ലാതെ അവകാശം പോലെ അല്ല. ചാണക്യസൂത്രത്തിൽ പറയുന്നു, അമിതമായ പരിചയം അവഗണനയ്ക്കും എപ്പോഴുമുള്ള സന്ദർശനം അനാദരവിനും കാരണമാകുന്നു. എപ്പോഴും സന്തോഷത്തോടെ എനർജറ്റിക് ആയിരിക്കുക. ഒരാൾ അവഗണിച്ചു എന്ന് വെച്ച് സങ്കടപ്പെടാതെ നമ്മൾ ഹാപ്പി ആയിരിക്കുക. നമ്മുടെ ലൈഫിൻ്റെ സന്തോഷത്തിൻ്റെ താക്കോൽ നമ്മുടെ കയ്യിലാണ്, അവരുടെ കയ്യിലല്ല. ആ താക്കോൽ വേറൊരു വ്യക്തിയെ ഏൽപ്പിക്കരുത്. നമുക്ക് തന്നെ സൂക്ഷിക്കാം. അത് നമ്മൾ വില കൊടുക്കണം. സെൽഫ് എസ്റ്റീം കാത്തു സൂക്ഷിച്ച് സ്വയം പര്യാപ്തരായി സന്തോഷമായി നിൽക്കണം. സ്വന്തം മൂല്യം തിരിച്ചറിയുക. നിങ്ങൾ അമൂല്യമാണ്. നിങ്ങളുടെ വില നിശ്ചയിക്കുന്നത് മറ്റുള്ളവരുടെ അംഗീകാരമല്ല, നിങ്ങളുടെ കഴിവുകളും സ്വഭാവവുമാണ്. അവർ നിങ്ങളെ അവഗണിക്കുന്നത് അവരുടെ നഷ്ടമാണ്, നിങ്ങളുടേതല്ല. ഒരു വജ്രം ചെളിയിൽ വീണാലും അതിൻ്റെ വില കുറയില്ല. അതുപോലെ മറ്റുള്ളവരുടെ അവഗണന നിങ്ങളുടെ മൂല്യത്തെ നിർണ്ണയിക്കുന്നതിന് അനുവദിക്കരുത്. നിങ്ങളുടെ കഴിവ്, അറിവുകൾ, വ്യക്തിത്വം എന്നിവയാണ് നിങ്ങളുടെ യഥാർത്ഥ സമ്പത്ത്. അത് തിരിച്ചറിയാത്തവരുടെ മുൻപിൽ നിങ്ങൾ എന്തിന് ചെറുതാകണം? സൂര്യൻ ഉദിക്കുമ്പോൾ ലോകം മുഴുവൻ പ്രകാശിക്കുന്നു. എന്നാൽ മൂങ്ങയ്ക്ക് സൂര്യൻ്റെ പ്രകാശം കാണാൻ സാധിച്ചില്ലെങ്കിൽ സൂര്യൻ്റെ കുറ്റമല്ല, മൂങ്ങയുടെ പരിമിതിയാണ്. അതുപോലെ നിങ്ങളുടെ മൂല്യം തിരിച്ചറിയാത്തവരുടെ മുമ്പിൽ എന്തിനു താഴണം? യാചിച്ച് നിൽക്കരുത്. ഗുണമുള്ളവനെ ഗുണത്തെ തിരിച്ചറിയാൻ സാധിക്കൂ, ഗുണമില്ലാത്തവന് അതിന് കഴിയില്ല. നിങ്ങളുടെ കഴിവുകളെയും മൂല്യത്തെയും തിരിച്ചറിയാത്തവർ ഒരാളുടെ അംഗീകാരത്തിനായി നിങ്ങൾ കാത്തു നിൽക്കരുത്. നിശബ്ദതയുടെ ശക്തി ഉപയോഗിക്കുക. അവർ നിങ്ങളെ അവഗണിക്കുമ്പോൾ തിരികെ ബഹളം വയ്ക്കുകയോ വഴക്കടിക്കുകയോ വിശദീകരണം ചോദിക്കുകയോ ചെയ്യരുത്. അത് നിങ്ങളുടെ ബലഹീനതയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ നിശബ്ദതയാണ് ഏറ്റവും വലിയ മറുപടി. നിങ്ങളുടെ മൗനം അവരെ ചിന്തിപ്പിക്കണം. എന്തുകൊണ്ട് ഇയാൾ പ്രതികരിക്കുന്നില്ല? ആ ചോദ്യം അവരെ അസ്വസ്ഥരാക്കട്ടെ. വാക്കുകളേക്കാൾ ശക്തി മൗനത്തിനുണ്ട്. നിങ്ങളുടെ ശാന്തത അവരുടെ അവഗണനയ്ക്ക് നിങ്ങളെ തകർക്കാൻ കഴിയില്ല എന്ന വ്യക്തമായ സന്ദേശമാണ്. ഒരു ഉദാഹരണം പറയാം. മഹാഭാരത യുദ്ധത്തിന് തൊട്ട് മുമ്പായിട്ട് ഭഗവാൻ കൃഷ്ണൻ കൗരവസഭയിൽ ശാന്തിദൂതുമായി എത്തി. എന്നാൽ ദുര്യോധൻ കൃഷ്ണനെ അവഗണിക്കുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്തു. കൃഷ്ണൻ അവിടെ നിന്ന് കോപിക്കുകയോ യാചിക്കുകയോ ഒന്നുമല്ല ചെയ്തത്, മൗനമായി മടങ്ങുകയാണ് ചെയ്തത്. ആ മൗനമാണ് മഹാഭാരത യുദ്ധത്തിൻ്റെ വിധി നിർണയിച്ചത്. മൗനം എല്ലാ കാര്യങ്ങളിലും വിധി നിർണയിക്കുന്നതിനുള്ള ഒരു ഉപാധിയാണ്. നിങ്ങളുടെ നിശബ്ദത നിങ്ങളുടെ ശക്തിയാണ്, ബലഹീനതയല്ല. അതുപോലെ എവിടെയും നമ്മൾ ഒറ്റയ്ക്കായി പോയി എന്നൊരിക്കലും ചിന്തിക്കരുത്. കാരണം നമ്മൾ ഭൂമിയിലേക്ക് വന്നതും ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുന്നതും ഒറ്റയ്ക്ക് തന്നെയാണ്. നമ്മൾക്ക് ഇവയൊക്കെ, നമ്മളെ വിലമതിക്കാത്തവരെയൊക്കെ നേരിട്ടുകൊണ്ട് നമുക്ക് ഒറ്റയ്ക്ക് പൊരുതി ജയിച്ചുകൂടെ? ജീവിതത്തിൽ ഇത്തരം അവസരങ്ങൾ വരുമ്പോൾ നമ്മൾ വളരെ ദുഃഖിതരായിട്ടാണ് കാണപ്പെടുന്നത്. നമ്മൾ ഇങ്ങനെ തളർന്നു പോകാതെ നമ്മൾ ചിന്തിക്കണം, ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് സപ്പോർട്ടിന് ആരുമില്ല, പക്ഷേ ഇതെൻ്റെ വഴിയാണ്. ഞാൻ ഈ വഴിയിൽ ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഉറച്ച തീരുമാനത്തോടെ, എൻ്റേതായ തീരുമാനത്തോടെ ഞാൻ നേട്ടങ്ങൾ ഉണ്ടാക്കും. ഞാൻ എന്ന ഉറച്ച വിശ്വാസത്തോടെ അതിനുവേണ്ടി വർക്ക് ചെയ്യും.
ഇത്തരത്തിൽ വിശ്വാസത്തോടെയുള്ള വർക്ക് ചെയ്യുന്ന ആളുകളെ നമുക്ക് തോൽപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല. ആയതിനാൽ നമ്മൾ ഈ ഒറ്റപ്പെടലിനെ ഭയക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഇന്നത്തെ ലോകത്ത് ഉള്ള പല ആശയങ്ങളും പലരുടെയും ഒറ്റയ്ക്കുള്ള ചിന്തകളിൽ നിന്നും ഉരുത്തിരിഞ്ഞവയാണ്. നിശബ്ദനായും ശക്തനായും നിങ്ങളുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുക. അപ്പോൾ നിങ്ങളെ അവഗണിച്ചവർ നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി കാത്തിരിക്കുന്ന ഒരു കാലം വരും. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. താങ്ക് യു വെരി മച്ച്.